എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനുള്ള ഒരു പോട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വുഡൻ റീപ്പറുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഫർണിച്ചറിൻ്റെയൊക്കെ വർക്ക്ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ ഗ്ലാസിൻ്റെയൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് വുഡൻ റീപ്പറുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പോട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു DIY ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ റീപ്പറുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റീപ്പറുകൾ എടുക്കുന്ന സമയത്ത്, ഈ വുഡൻ പീസസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഓൾറെഡി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ പോട്ടുകളാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഒരു 10 ഇഞ്ച് വലുപ്പത്തിൽ ആണ് നമ്മൾ ഈ വുഡൻ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ നമുക്ക് എണ്ണമൊന്നും പറയുന്നില്ല, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ 2 പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ക്രോസ് ആയിട്ട് അതിൻ്റെ എതിർദിശ എന്നല്ല ഇത് പറയുന്നത്, ലംബമായിട്ടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഓരോ റീപ്പറുകളും വെച്ച് ആണിയടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെറിയ മുള്ളാണി വെച്ച് ഇതിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി, നന്നായിട്ട് നിന്നോളും. അപ്പോൾ അതേപോലെ നമ്മൾ ഒരു 3-4 എണ്ണം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ട് സ്റ്റാൻഡിൻ്റെ ബേസ്. ഇനി നമുക്ക് കുറച്ച് നീളത്തിലുള്ള റീപ്പർ വേണം, ഇതേപോലത്തെ റീപ്പറുകൾ. അപ്പോൾ ഈ റീപ്പറുകളിലാണ് നമ്മളിനി ആദ്യം നമ്മളുണ്ടാക്കിയ ആ ബേസ് പിടിപ്പിച്ച് വെക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി അത് പിടിപ്പിച്ച് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ആണിയടിച്ച് ഒന്ന് ചേർത്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് ഇത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ലംബമായിട്ടുള്ള രീതിയിൽ പോട്ട് വെക്കാനുള്ള സ്റ്റാൻഡുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ പോട്ടുകളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ വേസ്റ്റ് ആയിട്ടുള്ള വുഡൻ പീസസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലത്തെ പോട്ട് സ്റ്റാൻഡുകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ ഓൺലൈനായിട്ടും ആമസോണിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ പോട്ട് സ്റ്റാൻഡുകളൊക്കെ. അപ്പോൾ അതിനൊക്കെ വലിയ വിലയാവും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് രസമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പോട്ട് സ്റ്റാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.